إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة البقرة 278 വിശദീകരണം നോക്കൂ യാ അയ്യുഹല്ലദീന ആമനു അല്ലയോ സത്യവിശ്വാസികളെ ഇത്തഖുല്ലാഹ് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം അല്ലെങ്കിൽ ഭയപ്പെടണം വദറൂ മാ ബഖിയ മിനർ റിബ വദറൂ നിങ്ങൾ ഉപേക്ഷിക്കണം അല്ലെങ്കിൽ വിട്ടുകളയണം മാ ബഖിയ മിനർ റിബ പലിശയിൽ നിന്നും ബാക്കിയായത് എന്ന് പറഞ്ഞാൽ ഈ പലിശ ഇടപാടുകൾ നടത്തുന്ന സമയത്ത് കൃത്യമായി അല്ലാഹുവിന്റെ ഉപദേശങ്ങൾ അവന് വന്നെത്തുകയും പശ്ചാത്താപിച്ചു മടങ്ങുകയും ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. കഴിഞ്ഞ ആ ഇടപാടുകളുമായി ബന്ധപ്പെട്ട പലിശ ഇടപാടുമായി ബന്ധപ്പെട്ട മുഴുവൻ ധനം നിങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും എന്നാണ് ആ പറയുന്നത്. അതേസമയം അവന് ആ റൂസു അംവാല് അതിന്റെ ആ മുതലിന്റെ മൂലധനം അവന് തിരിച്ചു വാങ്ങാവുന്നതാണ്. അതേസമയം പലിശ അവൻ ഉപേക്ഷിക്കേണ്ടതാണ്. അതാണ് ഈ പറഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. പലിശയിൽ നിന്നും ബാക്കിയായത് നിങ്ങൾ ഉപേക്ഷിക്കണം, വിട്ടുകളയണം. ഇൻ കുന്തും മുഅ്മിനീൻ നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ അത് ചെയ്യേണ്ടതാകുന്നു. നിങ്ങൾ മക്കത്ത് അന്ന് ഏറ്റവും വലിയ പലിശക്കാരൻ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം ജാഹിലിയ കാലത്ത് വലിയ ഒരു ധനാഢ്യനായിരുന്നു, പലിശക്കാരനായിരുന്നു. ഒരുപാട് പലിശ ഇടപാടുകൾ നടത്തിയ ഒരു വ്യക്തിയായിരുന്നു. അതേസമയം അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പലിശ ഹറാമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ച സമയം അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിക്കുകയാണ്, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന് ലഭിക്കാനുള്ള മുഴുവൻ പലിശയും ഞാനിതാ റദ്ദു ചെയ്യുന്നു, ക്യാൻസൽ ചെയ്യുന്നു. ഇനി ആരും തന്നെ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന് പലിശ കൊടുക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിന്റെ മുതൽ മാത്രം തിരിച്ചു കൊടുത്താൽ മതി. അങ്ങനെയുള്ള ഒരു പ്രഖ്യാപനം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇതാണ് അല്ലാഹു പറയുന്നത്, ഇൻ കുന്തും മുഅ്മിനീൻ നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ, യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ ഈ പലിശ ഇടപാടുമായി ബന്ധപ്പെട്ട മുമ്പ് കഴിഞ്ഞ നിലവിൽ ഇടപാട് നടത്തിക്കൊണ്ടിരിക്കുന്ന പലിശ മുഴുവനും നിങ്ങൾ ഉപേക്ഷിക്കണം. പക്ഷെ അതിന്റെ യഥാർത്ഥ മുതൽ മാത്രം നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാം. ഇത്രയുമാണ് ഇത് ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. അൽഹംദുലില്ലാഹ്.